നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ ദ്വികർമ്മക ധാതുക്കളും അവയുടെ വാക്യങ്ങളെയുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ PSC പരീക്ഷയ്ക്കും ദ്വികർമ്മക ധാതുക്കളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഷുവറാണ്. അപ്പോൾ ആ ധാതുക്കളെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് നമുക്ക് നഷ്ടാവില്ല. വളരെ കുറച്ചൊരു ധാതുക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് അവയെ ഒന്ന് പരിചയപ്പെടാം. ദുഹ്യാജ്, പജ്ദണ്ഡ്, രുധി, പ്രച്ചി, ചിഭ്രു, ഷാസുജി, മദ്മുഷാം, സ്യാനി, ഹൃകൃഷ്, വഹാം. ഇത് സൂത്രരൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് പദച്ഛേദം ചെയ്തിട്ട് നോക്കാം. ദുഹ്, യാച്ച്, ദണ്ഡ്, പച്ച്, രുധി, പ്രച്ച്, ചി, ബ്രു, ഷാസ്, ജി, മധ്, മുഷ്, നി, ഹൃ, കൃഷ്, വഹ്. ഇങ്ങനെ 16 എണ്ണമാണ് ദ്വികർമ്മക ധാതുക്കൾ. ഓക്കെ, അപ്പോൾ ഈ ധാതുക്കളിൽ നിന്നുമുള്ള ക്രിയാപദങ്ങളെയും അതിൻ്റെ വാക്യങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെയുള്ള വാക്യങ്ങളെല്ലാം തന്നെ ലഘുസിദ്ധാന്ത കൗമുദിയിൽ നിന്നിട്ടുള്ള വാക്യങ്ങളാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെയും കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ചതായി കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ കൊടുത്തിരിക്കുന്നത്. ദുഹ് ധാതു ക്രിയാപദം ദോഗ്ധി, ഗാം പയഹ ദോഗ്ധി എന്നാണ് വാക്യം. ഇവിടെ ദ്വികർമ്മകമായിട്ട് വരുന്നത് ഗാം പയഹ എന്നാണ്. അപ്പോൾ ഇവിടെ ഗാം എന്നതും കർമ്മമാണ്, പയഹ എന്നതും കർമ്മമാണ്. അങ്ങനെയാണ് ദ്വികർമ്മകങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പയഹ എന്നതാണ് പ്രധാന കർമ്മം. അങ്ങനെയും ചോദ്യം വരാം. ഈ ദ്വികർമ്മക വാക്യത്തിൽ പ്രധാന കർമ്മം ഏതാണ് എന്നും ചോദിക്കാം. അപ്പോൾ പയഹ എന്നതാണ് പ്രധാന കർമ്മം. ഇനി യാച്ച്, ആ ധാതുവിൽ നിന്ന് യാച്ചത്തെ അല്ലെങ്കിൽ യാച്ചതി 2 രൂപങ്ങളും ഫോം ചെയ്യാം. ഉദാഹരണം, ബലിം വസുധാം യാജതേ. ഇവിടെ ബലിം വസുധാം എന്നതാണ് കർമ്മങ്ങൾ, 2 കർമ്മങ്ങൾ. ഇവിടെ ബലിയോട് വസുധയെ ചോദിക്കുന്നു, യാചിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ. പിന്നെ മുകളിലത്തെ ഉദാഹരണത്തിൽ പശുവിൽ നിന്ന് പാലിനെ കറക്കുന്നു എന്നാണ് അവിടെ കറക്റ്റായിട്ടുള്ള മീനിങ്. പക്ഷെ പശുവിൽ നിന്ന് എന്ന് വരുമ്പോൾ അത് പഞ്ചമി വിഭക്തിയിൽ വരണമെങ്കിൽ, പക്ഷെ ഇവിടെ ദ്വികർമ്മക ധാതുവിൻ്റെ സൂത്രമായ അഖദ്ധിതം ച എന്ന സൂത്രം കൊണ്ട് ഇവിടെ ഗാം എന്ന ശബ്ദത്തിനെ അവിടെ ദ്വിതീയ തന്നെ വരണം എന്ന ഒരു നിർബന്ധം അവിടെ വയ്ക്കുകയാണ് പാണിനി മഹർഷി. ഓക്കെ, പച്ച് ധാതുവിൽ നിന്ന് പച്ചതി അല്ലെങ്കിൽ പച്ചതേ. തണ്ടുലാൻ ഓദനം പച്ചതി, അരി കൊണ്ട് ചോറ് ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ മീനിങ്. അപ്പോൾ ഇവിടെ അരി കൊണ്ട് എന്ന് തൃതീയ വിഭക്തിയിലാണ് വരേണ്ടത്. പക്ഷേ അത് അഖദ്ധിതം ച എന്ന സൂത്രം കൊണ്ട് ദ്വിതീയയായിട്ട് വരണമെന്ന് മഹർഷി പറയുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തണ്ടുലാൻ ഓദനം ഇവ 2 ദ്വിതീയ വിഭക്തിയാണ്. അങ്ങനെ വരുമ്പോൾ പച്ച് ധാതു ദ്വികർമ്മക ധാതു. ദണ്ഡ് ദണ്ഡയതി, ഗർഗാൻ ശതം ദണ്ഡയതി. ഗർഗന്മാരിൽ നിന്ന് 100 രൂപ ശിക്ഷയായി സ്വീകരിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗർഗാൻ എന്നതും ദ്വിതീയ, ശതം എന്നതും ദ്വിതീയ. ഓക്കെ, രുധി എന്ന ധാതുവിൻ്റെ ക്രിയാപദം ഋണധി എന്നാണ്. ഈ ഋണധി എന്നതിന് ഒരുപാട് മീനിങ്സുകളുണ്ട്. അത് നമുക്ക് വാക്യത്തിനനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. വ്രജം ഗാം അവരുണധി, തൊഴുത്തിൽ പശുവിനെ നിർത്തിയിരിക്കുന്നു എന്നൊരു അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിർത്തിയിരിക്കുന്നു,
മൂടപ്പെട്ടിരിക്കുന്നു, തടസ്സപ്പെട്ടിരിക്കുന്നു, അങ്ങനെ എല്ലാം മീനിങ്സ് ഇവിടെ വരാം. അപ്പോൾ ഇവിടെ വ്രജം, ഘാം ഇവ രണ്ടുമാണ് ദ്വികർമ്മകങ്ങളായിട്ടുള്ള പദങ്ങൾ. പ്രധാന കർമ്മം എന്ന് പറഞ്ഞത് ഗാം എന്നാണ്. ഓക്കെ. പ്രച്ഛുദ്ധാതുവിൻ്റെ പൃച്ഛതി ചോദിക്കുന്നു. മാണവകം പന്ഥാനം പൃച്ഛതി ബാലകനോട് വഴിയെ ചോദിക്കുന്നു. മാണവകം പന്ഥാനം അല്ലേ, ഇവിടെ ചോദിക്കുന്നു വഴിയെ. അപ്പോൾ ഇവിടെ പന്ഥാനം എന്നതാണ് പ്രധാന ക്രിയ. ഈ വാക്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ. മറ്റൊരു രീതിയിൽ സ്വയം നിർമ്മിച്ചിട്ട് വാക്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ചി ധാതു ചിനോതി. വൃക്ഷം ഫലാനി അവചിനോതി. വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങളെ പെറുക്കുന്നു. വൃക്ഷം ഫലാനി. ഫലാനി എന്നത് പ്രധാന കർമ്മമാണ്. അപ്പോൾ വൃക്ഷം ഫലാനി ഇവ രണ്ടും ദ്വിതീയ വിഭക്തിയാണ്, കർമ്മപദങ്ങളുമാണ്. ഓക്കെ. ബ്രൂ ധാതു ബ്രവീതി അല്ലെങ്കിൽ ബ്രൂതേ. മാണവകം ധർമ്മം ബ്രൂതേ അല്ലെങ്കിൽ ബാലകനോട് ധർമ്മത്തെ പറയുന്നു. ശാസ് ശാസ്തി. മാണവകം ധർമ്മം ശാസ്തി. മാണവകം ധർമ്മം എന്നതാണ് ദ്വിതീയ വിഭക്തികളും അതേപോലെ തന്നെ ദ്വികർമ്മകങ്ങളും. കാരണം ദ്വിതീയ വിഭക്തി എന്ന് പറയുമ്പോൾ തന്നെ അത് കർമ്മം തന്നെയാണ്. ഓക്കെ. ജി ജയതി. ശതം ദേവദത്തം ജയതി. ശതം ദേവദത്തം ഇവ രണ്ടും കർമ്മങ്ങളാണ്. മധ് മധ്നാതി കടയുന്നു എന്നൊരർത്ഥമാണ്. ക്ഷീരനിധിം സുധാം മധ്നാതി പാലാഴിയിൽ നിന്ന് അമൃത് കടയുന്നു എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ പ്രധാന കർമ്മം സുധാം എന്നാണ്, ക്ഷീരനിധിം എന്നതും കർമ്മമാണ്. അങ്ങനെ ക്ഷീരനിധിം സുധാം എന്നത് രണ്ട് കർമ്മങ്ങളായിട്ട് വന്നിരിക്കുന്നു. മുഷ് മുഷ്ണാതി മോഷ്ടിക്കുന്നു. ദേവദത്തം ശതം മുഷ്ണാതി. ദേവദത്തനിൽ നിന്ന് 100 രൂപയെ മോഷ്ടിക്കുന്നു. ദേവദത്തം ശതം എന്നത് കർമ്മങ്ങൾ. നീ നയതി നയിക്കുന്നു, കൊണ്ടുപോകുന്നു. ഗ്രാമം അജാം നയതി ഗ്രാമത്തിൽ നിന്ന് ആടിനെ കൊണ്ടുപോകുന്നു. ഇത് ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ്. ഓക്കെ. ഇതാണ് കൂടുതലും ഒരു 3-4 തവണ എല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഗ്രാമം അജാം നയതി എന്നത് ഏത് പ്രയോഗമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വാക്യമാണ് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീ എന്ന് കണ്ടതുകൊണ്ട് തന്നെ, അതായത് നയതി എന്ന് കണ്ടതുകൊണ്ട് തന്നെ ദ്വികർമ്മക ധാതുക്കൾ. ഇവിടെ നോക്കൂ, ഗ്രാമം അജാം രണ്ടും ദ്വിതീയ വിഭക്തി തന്നെയാണ്. കൃഷി കർഷതി കർഷണം കരോതി. ഗ്രാമം അജാം കർഷതി അതേ വാക്യത്തെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവിടെ നയതി ആകുമ്പോൾ ഇവിടെ കർഷതി, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെയും ഗ്രാമം അജാം എന്നത് ദ്വിതീയ വിഭക്തി അല്ലെങ്കിൽ കർമ്മപദം. അതുപോലെ ഹൃ ഹരതി ഹരിക്കുന്നു, ഇവിടെ മോഷ്ടിക്കുന്നു, പിന്നെന്താ പറയുക, കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മീനിങ്സുകൾ ഹരതി എന്നതിന് വരും. ഗ്രാമം അജാം ഹരതി, ഇവിടെ ഹൃധാതുവിൻ്റെ തന്നെയാണ് ഹരതി. പിന്നെ വഹ് ധാതുവിൻ്റെ വഹതി വഹിക്കുന്നു. ഗ്രാമം അജാം വഹതി ഗ്രാമത്തിൽ നിന്ന് ആടിനെ വഹിക്കുന്നു. അപ്പോൾ നീ ഹൃ കൃഷ് വഹ് തുടങ്ങിയ ക്രിയാപദങ്ങളെല്ലാം ഈ ഒരൊറ്റ വാക്യത്തിൽ മീൻസ് ഗ്രാമം അജാം നയതി, ഗ്രാമം അജാം കർഷതി, ഗ്രാമം അജാം ഹരതി, ഗ്രാമം അജാം വഹതി ഈ ഒരൊറ്റ വാക്യത്തിലാണ് ലഘുസിദ്ധാന്ത കൗമുദിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇത് സിമ്പിളാണ് അല്ലേ? മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലേ എന്നെല്ലാം വെച്ച് തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ കാണാത്തത് കൊണ്ടാണ് സ്വയം നിർമ്മിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാത്തത്. ഓക്കെ, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഗ്രാമമജാം നയതി അത്ര കീദൃശഃ ധാതുഹോ. എങ്ങനത്തെയുള്ള ധാതുവാണ് ഈ ഗ്രാമമജാം നയതി എന്ന വാക്യത്തിൽ ഉള്ളത്? ഉത്തരം എന്താണ്? ദ്വികർമ്മക ധാതുഹോ അല്ലേ?